DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 28 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന വില്ലേജുകളിൽ ഉടൻ തന്നെ ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ വിതരണം ചെയ്യും. സ്ഥലത്തിന്റെ വിസ്തീർണം, സർവേ നമ്പർ, നികുതി വിവരങ്ങൾ എന്നിവ ഇതിലടങ്ങിയിരിക്കും. കൂടാതെ QR കോഡും സവിശേഷ തിരിച്ചറിയൽ നമ്പറും ഇതിന്റെ പ്രത്യേകതയാണ്. ഭാവിയിൽ രജിസ്ട്രേഷൻ, റവന്യൂ വകുപ്പുകളിലെ വിവിധ സേവനങ്ങൾക്കായി ഈ ഒറ്റ കാർഡ് ഉപയോഗിച്ചാൽ മതിയാകും. അടുത്തറിയിപ്പ്, സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ സംവിധാനം നിലവിൽ വന്ന ശേഷം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കേരളത്തിൽ 70,500ഓളം മൊബൈൽ ഫോൺ കണക്ഷനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. പുതിയ സംവിധാനം നിലവിൽ വന്ന ശേഷം രാജ്യത്ത് മൊത്തം 47.04 ലക്ഷം ഫോൺ കണക്ഷനുകളാണ് റദ്ദാക്കിയത്. ടെലികോം വകുപ്പിന് കീഴിൽ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ആരംഭിച്ച പൗരകേന്ദ്രിത ഡിജിറ്റൽ സുരക്ഷാ പ്ലാറ്റ്ഫോമായ സഞ്ചാർ സാധിയിലെ CEIR സംവിധാനം വഴിയാണ് മൊബൈൽ കണക്ഷനുകൾ റദ്ദാക്കിയിരിക്കുന്നത്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് വിവിധ അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഉടമ അറിയാതെയുള്ള വ്യാജ കണക്ഷനുകളും KYC പരാജയപ്പെട്ട കണക്ഷനുകളുമാണിവ. സംസ്ഥാന സൈബർ പോലീസിന്റെ പ്രത്യേക ഡ്രൈവിൽ ഒരു വർഷത്തിനിടെ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടെന്നോ മോഷണം പോയെന്നോ പരാതി ലഭിച്ച 46,357 ഫോണുകൾ CEIR വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 17,000 എണ്ണം ഉടമകൾക്ക് തിരിച്ചെത്തിച്ചു. മോഷണം പോയതോ നഷ്ടപ്പെട്ടതോ ആയ മൊബൈൽ ഫോണുകൾ IMEI നമ്പറുകൾ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും വീണ്ടെടുക്കാനും രാജ്യവ്യാപകമായി ഫോണുകൾ പ്രവർത്തനരഹിതമാക്കാനും കഴിയുന്ന സംവിധാനമാണ് CEIR. ഇതിനായി പോലീസിൽ പരാതി നൽകി FIR പകർപ്പ് വാങ്ങി CEIR പോർട്ടലിൽ ഫോൺ നമ്പറും IMEI നമ്പറും ഉപയോഗിച്ച് പരാതി രജിസ്റ്റർ ചെയ്യണം. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വൻ കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പവന് 2,320 രൂപയാണ് ഇന്ന് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,20,800 രൂപയാണ്. ഗ്രാമിന് 290 രൂപ ഉയർന്ന് 15,100 രൂപയുമായി. അടുത്തറിയിപ്പ്, സൈബർ തട്ടിപ്പുകൾ തടയാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സിം ബൈൻഡിംഗ് നിയമം മാർച്ച് 1 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ ചട്ടപ്രകാരം വാട്സാപ്പ്, ടെലഗ്രാം തുടങ്ങിയ ആപ്പുകൾ ഏത് നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ സിം കാർഡ് ഫോണിൽ സജീവമായി ഉണ്ടെങ്കിൽ മാത്രമേ ആപ്പുകൾ പ്രവർത്തിക്കൂ. സിം ഊരിമാറ്റിയാൽ സേവനം തൽക്ഷണം നിലയ്ക്കുന്ന ഈ സംവിധാനം UPI ആപ്പുകൾക്ക് സമാനമായ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. കൂടാതെ വാട്സാപ്പ് വെബ് സെക്ഷനുകൾ ഓരോ 6 മണിക്കൂറിലും ലോഗൌട്ട് ആകുമെന്നും വീണ്ടും ലോഗിൻ ചെയ്യാൻ ഫോണിലെ സിം പരിശോധന നിർബന്ധമാണെന്നും ഈ നിയമം വ്യക്തമാക്കുന്നുണ്ട്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് ഇതിനോടകം തന്നെ തുക എത്തിയിട്ടുണ്ട്. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ സജീവമായി തുടരുന്നത്. പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞാണ് എത്തിയിരിക്കുന്നത്. ഈ തുക കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.